കഴിഞ്ഞ വർഷം ഏപ്രിൽ 10 വെളുപ്പിന് 3:20 കരിമരുന്നിൻ്റെ ആകാശക്കാഴ്ചകളിൽ സ്വയം മറന്നിരുന്ന ജനക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികൾ നിലവിളികളായി മാറിയ നിമിഷം മയക്കത്തിലായിരുന്ന പലരും നടന്നതെന്താണെന്ന് പോലും അറിയാതെ നിത്യനിദ്രയിലേക്ക് പോയി. പുറ്റിങ്ങൽ ക്ഷേത്ര പരിസരം ശരീരാവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു. സ്ഫോടനത്തിൽ വൈദ്യുതി കൂടി നിലച്ചതോടെ ഉയർന്നു കേട്ടത് നിലവിളികൾ മാത്രം. കഴിഞ്ഞ വർഷം ഇങ്ങനെ സംഭവിച്ചു. അതിൻ്റെ പേർക്ക് ഉത്സവങ്ങളും ആഘോഷങ്ങളും ഈ വീടുകളിൽ തന്നെ ഈ റോഡുകളും ലൈറ്റുകളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. വെറും പൂജകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മനോധൈര്യം കൈവിടാതെ നാട്ടുകാരും പോലീസും ചേർന്ന് നിമിഷങ്ങൾക്കകം രക്ഷാപ്രവർത്തനം തുടങ്ങി. പുള്ളിയടർന്നതും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് പരിക്കേറ്റതുമായ നൂറുകണക്കിന് പേരെ വിവിധ ആശുപത്രികളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു. എങ്കിലും നഷ്ടമായത് 110 വിലപ്പെട്ട ജീവനുകൾ, ജീവിച്ചിരിക്കുന്ന നിരവധി രക്തസാക്ഷികൾ. ഈ കിടക്കുന്ന ചത്തതിപ്പാതിയായി കിടക്കുന്നവർക്ക് എന്തെങ്കിലും അവർക്ക് ഒരു പെൻഷൻ എന്നുള്ള രൂപത്തിലെങ്കിലും കിട്ടത്തക്ക രൂപത്തിൽ മാസം തോറും ഒരു ജീവിതച്ചെലവിലെങ്കിലും ജീവിതമാർഗത്തെങ്കിലും ഒരു തുക അവർക്ക് ബാങ്കിലെങ്ങാനും നിക്ഷേപിച്ച് അവർക്ക് കൊടുക്കണം എന്നുള്ളൊരഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരിക്കലും മറക്കാനാവാത്ത ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലായിരുന്നു പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ മീനഭരണി മഹോത്സവം. ആഡംബരങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കി പേരിനു മാത്രമായി ഒരു ഉത്സവം. കാലമെത്ര കഴിഞ്ഞാലും ഈ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ക്യാമറമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.